വെൽക്കം ടു റീഷ് ഡയറി. ഏപ്രിൽ 29-ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ചെറിയൊരു വ്ളോഗാണ്. ഒരു കുഞ്ഞൊരു സർപ്രൈസൊക്കെ ഉണ്ട് എനിക്കായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ രാത്രിയിലാണ് സംഭവം. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഉണ്ട് ഷിജുവേട്ടൻ അവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് പോലെ. അപ്പോൾ കയ്യിലൊരു കവറും പിടിച്ചിട്ട് നോക്കുമ്പോൾ എനിക്കെന്തോ ഗിഫ്റ്റാണ്. എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ കവറിൽ ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തപ്പി നോക്കുമ്പോഴാണ് ഡയറി മിൽക്കിൻ്റെ നല്ല ടേസ്റ്റി സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഡയറി മിൽക്കിന് അവിടെ എൻ്റെ മോള് തന്നെ ഫസ്റ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ടുവന്നതല്ലേ, അപ്പം ഞാൻ തിന്നിട്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് പൊളിക്കുവാണ്. അപ്പോൾ തുറന്ന് നോക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ അൺബോക്സിങ് എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് പൊളിച്ചാലൊന്നും കിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ അതേ നല്ല കോഫി ബ്രൗണിലുള്ള ഒരു സാരിയാണ്. എനിക്കില്ലാത്തൊരു കളറാണ് ഈ സാരി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കളറായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ തിരിച്ച് ഞാനും ഷിജേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ കവറിൽ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ കവറിലാക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ എന്തോ അതങ്ങ് വിട്ടുപോയി. എന്നാലും എനിക്ക് കിട്ടിയ അതേ ബോക്സിൽ തന്നെ ഞാൻ ആ 2 ഗിഫ്റ്റും പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോയിൻസിഡൻസ് പോലെ ഞാൻ വാങ്ങിയതും ഷിജേട്ടൻ എനിക്ക് വാങ്ങിത്തന്നതും ഏകദേശം ഒരേ നിറം തന്നെയായിരുന്നു. അതിൽ കോഫി ബ്രൗൺ ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു സർപ്രൈസ് തന്നെ ആയി. അപ്പോൾ വേറെ ഒരു ടീഷർട്ട് കൂടി ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു നിറവും ആ ഒരു ഫിറ്റും ഒന്നും ശരിയായില്ല. അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കണ്ട് രാത്രി നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കിടന്നത്. അപ്പോൾ ഷിജേട്ടനും മോളും കൂടി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞാനും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് പോയത്. അവിടുത്തെ കുളമാണിത്. അത്രയും നല്ല ഭംഗിയിൽ കെട്ടിപ്പൊക്കിയ ഒരു കുളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കാനും കണ്ടിരിക്കാനും ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഒരാലിൻ്റെ ചോട്ടിൽ ഇരിക്കാനും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനും ആ സൈഡിലുള്ള കടകളൊക്കെ കാണാനും ഒക്കെ അത്രയും നല്ല ഒരു ഭംഗിയാണ്. അങ്ങനെ അച്ഛനും മോളും കൂടി ആദ്യമേ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാലൊക്കെ കഴുകി മീനിനെയൊക്കെ നോക്കി. ഇതാ വലിയ മീനുകളുണ്ട് അതിൽ. അങ്ങനെ മീനൊക്കെ നോക്കി തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. എന്താ വെച്ചാൽ ഷിജേട്ടൻ രാവിലെ തന്നെ ഓഫീസിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ പോയിട്ട് വേണം ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന സമയത്ത് തന്നെ ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഉണ്ടാക്കിയത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ പുട്ടും കടലയും ഞാൻ ഇതിന് മുൻപ് 1-2 പ്രാവശ്യം ചെയ്തിട്ടുമുണ്ട്. ആ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കണം. അങ്ങനെ മോള് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും നിന്നു. അതുകൊണ്ട് മോള് കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അരിയിട്ടു. ഇന്ന് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് പുട്ടുള്ളതുകൊണ്ട് അവൾക്ക് പുട്ട് മാത്രമേ വേണ്ടി വരുള്ളൂ ഉച്ചയ്ക്കും. അതുകൊണ്ട് എനിക്കും അച്ഛനും ഇന്നലത്തെ കറിയുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. രാത്രിയിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറിൻ്റെ ഭാഗമൊക്കെ നോക്കി അതിന് ശേഷമാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു നല്ല ദിവസമല്ലേ, അതുകൊണ്ട് പായസം ആവാമെന്ന് വെച്ചു. മോൾക്ക് സേമിയ പായസമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങളിന്ന് പോയിട്ട് വരുന്നേരം തന്നെ പാലും സേമിയയും ഒക്കെ വാങ്ങിയിരുന്നു.
അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. സാധാരണ ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും നമുക്ക് എളുപ്പം. അപ്പോൾ കുക്കറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മുടെ സേമിയോ വേവിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാലും ചേർത്ത്, പാലും പഞ്ചാരയും പിന്നെ ഏലക്കപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അങ്ങ് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുത്താൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു വിഷുവിന് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്കൊന്നും അങ്ങനെ ചേർക്കാറൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ പായസത്തിൻ്റെ രുചി വേറെ ലെവലായിരിക്കും. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു പൂച്ച കാത്തു നിൽക്കുന്നത് പോലെ എൻ്റെ മോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നേ, പായസമായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ പങ്ക് അവൾക്കാണ് പോയത്. അങ്ങനെ രാത്രിയിലത്തേതും ഞാൻ ഒത്തിരി ബിസി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ഭയങ്കര ടയേർഡും ആയിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. നെയ്ച്ചോറും ചില്ലി ഗോപിയും പപ്പടവും അച്ചാറും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. എന്നാൽ അടുത്ത വീഡിയോ കാണാം.